ഈ ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുഞ്ഞു കുട്ടികളെ ഫസ്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അയക്കുക അതിൻ്റെയൊക്കെ ഒരു ടെൻഷനൊക്കെയാണ് എപ്പോഴും പാരൻസിന് വരിക. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. എല്ലാവർക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂൾ തുറക്കാറുണ്ട്. എന്നിരുന്നാലും ഈ കുട്ടികൾ വളരെ കാമായിട്ട് എപ്പോഴും സ്കൂളിൽ പോകണം, കരഞ്ഞും വിളിച്ചും ഒക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മമാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ അവർ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഈ ഒരു മാസങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ സ്കൂളിലേക്ക് അയക്കാം, ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സന്തോഷത്തോടെ അവരെ പഠിപ്പിക്കാം എന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് SUT ഹോസ്പിറ്റൽ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹനാണ്. വെൽക്കം ടു ദ ഷോ. എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരെ എപ്പോഴും അയ്യോ എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളാണ്. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. 2 ദിവസം ചിലപ്പോൾ ഉത്സാഹിച്ച് പോകും, 3ൻ്റെ അന്ന് വീണ്ടും വന്നിട്ട് കരയും. അപ്പോൾ ഇവരെ എങ്ങനെ നമുക്ക് കാമായിട്ട് വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റും? ആദ്യം കുട്ടികളെ നമുക്ക് എങ്ങനെ കാമാക്കാം എന്നതിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കയറി സ്കൂളിലോട്ട് അങ്ങനെ ചേർക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമുക്കറിയാം, ഒരു 2 ഇയേഴ്സ് 2.5 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അടുത്തുള്ള അംഗനവാടി അല്ലെങ്കിൽ ചെറിയൊരു പ്ലേ സ്കൂള്, കുറച്ച് കുട്ടികളുള്ള സ്ഥലത്ത് കുഞ്ഞുങ്ങളെ വിടുക എന്നുള്ളതാണ്. അപ്പോൾ വിടുന്ന സമയത്ത് ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊണ്ട് ചേർക്കും. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊരു അൺകംഫേർട്ടാണ്. കാരണം വീട്ടിൽ മാത്രം ഇരുന്ന് കളിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അൺകംഫേർട്ട് ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം കൊണ്ടാക്കുന്ന സമയത്ത് ഒരു 2 hours സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 month അല്ലെങ്കിൽ 2-3 weeks 2 hours കൊണ്ട് ചേർക്കുക. അതിനുശേഷം നമ്മൾ സ്ലോലി ടൈമിംഗ് കൂട്ടണം. ഉച്ചവരെ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന രീതിയിൽ. പിന്നീട് അതങ്ങനെ ഒരു 3-4 weeks പോയതിന് ശേഷം പിന്നീട് നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വരെ ആ ഒരു ഷെഡ്യൂൾ കീപ്പപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് ആ മെൻ്റലി അവർ കുറച്ചും കൂടി സ്റ്റേബിൾ ആവും, അതല്ലെങ്കിൽ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആവും നമുക്കിങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ. മാത്രമല്ല പാരൻസിനെ അവർ മിസ് ചെയ്യത്തുമില്ല, വീട്ടുകാർ മിസ് ചെയ്യത്തില്ല. പാരൻസ് എന്ന് പറഞ്ഞാൽ ചിലവർ വർക്കിംഗ് ആയിരിക്കാം, സോ വീട്ടുകാർ മിസ് ചെയ്യത്തുമില്ല. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പേടി, അല്ലെങ്കിൽ അവർ ആദ്യം തന്നെ വൈകുന്നേരം വരെ കൊണ്ടാക്കുമ്പോൾ ഒരു അമ്മയും അച്ഛനും എന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കുന്നു, സെപ്പറേറ്റ് ഒരു സ്ഥലം എന്നുള്ളൊരു തോട്ട് പോവും. അപ്പോൾ ആ തോട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്കൂളിലോട്ട് ആക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂൾ മനസ്സിലാവും, ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അവർ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് ഈ പറഞ്ഞ പോലെ കരച്ചിലൊന്നും ഇല്ലാണ്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. എന്നിരുന്നാലും ചില കുഞ്ഞുങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ എസ്കേപ്പിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഡിസിപ്ലിൻ ഇല്ല, അവർക്ക് തോന്നിയ പോലെ അവർക്ക് കളിക്കാം. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കണം, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊന്ന് കരഞ്ഞു നോക്കും, തിരിച്ചമ്മ വീട്ടിൽ കൊണ്ടുവന്നാലോ എന്നുള്ളത് കരം. അപ്പം നമ്മൾ ആദ്യം തന്നെ അത് പ്രൊമോട്ട് ചെയ്താൽ, കരഞ്ഞ ഉടനെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരത് ശീലമാക്കും. പിന്നെ സ്കൂളിൽ പോകാൻ നേരത്ത് അല്ലെങ്കിൽ അവിടെ കൊണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കരച്ചിലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാണ്ട് ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പാരൻസിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും? ഇപ്പൊ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ സ്കൂളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോഴേ അവരെ മടിച്ചായിരിക്കും എണീക്കുക. രാവിലെ എണീക്കുന്ന പ്രോസസ്സൊക്കെ തന്നെ ഭയങ്കര പാടായിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ പാരൻസിനെ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? അപ്പോൾ നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈലിൽ വരും ഈ ചോദിച്ചത്. അപ്പോൾ ചില വീടുകളിൽ പാരൻസ് എപ്പോഴും കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നാളെ സ്കൂളുണ്ട്, നാളെ സ്കൂളിൽ പോകണം, നേരത്തെ എണീക്കണം. ചുമ്മാ സ്ട്രെസ്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു കാര്യം ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ രസകരമായിട്ട് കുഞ്ഞുങ്ങളെ ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നാളെ നമുക്ക് സ്കൂളിൽ പോകാമല്ലോ, സ്കൂളിൽ ടീച്ചർ ഉണ്ട്, ടീച്ചറെ പാട്ട് പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ കുറേ പറയുമ്പോൾ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ്, അതെ, ഫ്രണ്ട്സിനെ കിട്ടും, ഫ്രണ്ട്സുമായിട്ട് കളിക്കാം, പുതിയ ഗെയിംസ് ഉണ്ട്, ആ ഗെയിം തിരിച്ച് വീട്ടിൽ വന്ന് എന്നോട് പറയണം, നമുക്ക് ഒരുമിച്ച് കളിക്കണം. അങ്ങനെയൊക്കെ കുറേ എൻകറേജ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് തോന്നും, സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ്, ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും എന്നുള്ളൊരു തോട്ട്. പിന്നെ വേറൊരു എൻകറേജ്മെന്റ്, നമുക്കൊരു ഫുഡ് ഐറ്റംസ്, നമ്മൾ പുതിയൊരു ഫുഡ് ഐറ്റം ആണ് നാളെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റം എന്താണ്, അപ്പോൾ പക്ഷെ അവിടെ തുറക്കരുത്, അവിടെ പോയിട്ട് തുറക്കാം. അങ്ങനെ കുറേ ട്രിക്കുകൾ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രയോഗിക്കുക എന്നുള്ളതാണ്. നല്ല
നല്ല രീതിയിലുള്ള ട്രിക്കുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് ആ ഒരു തോട്ടിലോട്ടായിരിക്കും അവർ നിൽക്കുന്നത്. മാത്രമല്ല പോയിട്ട് വരുമ്പോൾ എൻകറേജ് കൊടുക്കാം. സ്കൂൾ കരയാണ്ടിരുന്നാൽ തിരിച്ചു വരുമ്പോൾ ഇഷ്ടമുള്ള സാധനം അമ്മ ഉണ്ടാക്കി വെക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ അത്രയും ടൈം അവൻ പിടിച്ചു നിൽക്കും. എനിക്ക് ആ പുതിയ സാധനം എന്താണെന്ന് അറിയാലോ, അമ്മ എന്തുണ്ടാക്കി വെക്കുമെന്ന് ആ ഒരു രീതിയിലായിരിക്കും അവർ കൂടുതൽ. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ പ്രയോഗിക്കുക, ഈ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് സ്റ്റാർട്ടിങ് മുതൽ അതായത് മോർണിംഗ് ടു ഈവനിങ് വരെ ആക്കാതിരിക്കുക ഫസ്റ്റ് ടൈം. അതാണ് മെയിനായിട്ട് പാരൻസ് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിന് മുന്നേ തന്നെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കത് ടൈം ഷെഡ്യൂൾ മാറ്റാൻ പറ്റില്ല. 9 to 3:30 അല്ലെങ്കിൽ 7 ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുപോലെ അംഗനവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ വിട്ട് ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മിക്ക പാരൻസ് മിസ് ഔട്ട് ചെയ്യും. സ്റ്റാർട്ടിങ് തന്നെ സ്കൂളിലോട്ടായിരിക്കും ആക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു തോട്ട് പോകില്ല, അത്രയും വീട്ടിൽ നിന്ന് കളിക്കട്ടെ പെട്ടെന്ന് സ്കൂളിലോട്ട് ആക്കാം എന്നുള്ളൊരു തോട്ടിലായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഇതുപോലെ പ്ലേ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പോവാനും അവരുടെ ആ ഒരു സങ്കടം മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അങ്കനവാടിയിലെ ആൾക്കാർ കുട്ടികളെ ഉപദ്രവിക്കുന്നതായിട്ടും അതുപോലെ ടീച്ചേഴ്സ് ഇടയ്ക്ക് ഒരു കുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നതായിട്ടൊക്കെ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ പേടിയാണ്, പാരൻസിനായിരുന്നാലും പേടിയാണ്. കുട്ടികളെ ഇങ്ങനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പെരുമാറ്റം ബിഹേവിയർ ഒക്കെ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സ്വാഭാവികമായി എല്ലാവർക്കും തോന്നും. അതെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച് അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമല്ല. അവർക്ക് എങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ബിഹേവിയറാണ്. പക്ഷേ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അതിന് കുറേയേറെ ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും പണിഷ്മെൻറ്റ്, എപ്പോഴും സ്ട്രെസ്സ് കൊടുത്തിരിക്കുന്ന ഒരു ടീച്ചർ ആവരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് അത്ര ഫ്രണ്ട്ലി ആയാൽ മാത്രമേ അവർ സ്കൂളിൽ ആദ്യം വരുമ്പോൾ കരയാതെ ടീച്ചറിനെ കാണുന്ന ആ സന്തോഷത്തിൽ അവർ വരുള്ളൂ. അതല്ല എപ്പോഴും ഉപദ്രവിക്കുന്ന ടീച്ചറാണ് അല്ലെങ്കിൽ വഴക്ക് പറയുന്ന ടീച്ചറാണ്, എന്തിനും ഏതിനും ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനത്തെ രീതിയിലാവുമ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ കയറാൻ അല്ലെങ്കിൽ ടീച്ചറിനെ കാണുമ്പോൾ തന്നെ അവർ കരച്ചിലായിരിക്കും. സോ ആ രീതിയിലുള്ള സ്റ്റൈല് നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കണ്ടു, ഈ ചവിട്ടുന്നത്. അതേപോലെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടത്, 2 കുഞ്ഞുങ്ങൾ അംഗനവാടിയിൽ ഭയങ്കരമായിട്ട് വഴക്കാണ്. കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെയാ. അവിടെ ആരുമില്ല, ഈ മീൻസ് ആയ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സമയത്തേക്ക് ആയ ഒന്ന് മാറി നിൽക്കുക ചെയ്ത. ആ സമയത്താണ് ഈ കുഞ്ഞു കുട്ടികൾ ആ കുട്ടീനെ നന്നായിട്ട് ഉപദ്രവിച്ചു. കുഞ്ഞുങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല നമ്മൾ, കാരണം അവരുടെ പ്രായം അതാണ്, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അംഗനവാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലേ സ്കൂൾ ആയിക്കോട്ടെ, നമ്മൾ ചേർക്കുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അവിടെ എങ്ങനെയാണ് എന്നുള്ള 1-2 പേരെടുത്ത് നമുക്ക് തിരക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. ചാടിക്കേറി ഓക്കെ, നമുക്ക് പുറമേ ഉള്ള അറ്റ്മോസ്ഫിയറിലല്ല, ഇൻസൈഡ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. സോ 1-2 പേരോട് തിരക്കിയതിന് ശേഷം നമ്മൾ കൊണ്ട് ചേർക്കുക. ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്ലേ സ്കൂളുകളിൽ സ്ക്രീൻ ടൈം, അപ്പോൾ അതും നമ്മളൊരു വലിയൊരു ഇപ്പോൾ ഒരു വില്ലനാണ്. കാരണം നമ്മൾ വീട്ടിൽ കാണിച്ചു കൊടുക്കില്ല എങ്കിൽ പക്ഷെ അവിടെ പോകുമ്പോൾ കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം സ്ക്രീൻ ടൈം ഇല്ലാത്ത സ്ഥലത്ത്, പിന്നെ മാത്രമല്ല അവിടുത്തെ ഹൈജീൻ, കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹൈജീൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പോയി കണ്ട് തന്നെ, ബൈ ഫോൺ വഴി നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു ദിവസം കൊണ്ട് ചേർക്കുന്നതല്ല, നമ്മൾ പോയി കണ്ട് അവിടുത്തെ സറൗണ്ടിങ്സ്, അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ട് ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ആയയുടെ ബിഹേവിയർ എങ്ങനെ, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അത് നമ്മുടെ റൈറ്റാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റാണ്. സോ അങ്ങനെ ചെക്ക് ചെയ്ത് മാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് ചേർക്കുക. ജസ്റ്റ് ഡൊണേഷൻ അല്ലെങ്കിൽ ഒത്തിരി ഡൊണേഷൻ കൂടുന്നിടത്ത് ചിലവർ വിചാരിക്കും അത്ര സെക്യൂർ ആണ് അല്ലെങ്കിൽ അത്ര അധികം ഹൈജീൻ ഉണ്ടെന്ന്, പക്ഷെ ചിലപ്പോൾ അത് തെറ്റാവാം. സോ അത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ ചേർക്കുക എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആയിക്കോട്ടെ ടീച്ചേഴ്സിനായിക്കോട്ടെ, അവർക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ അവിടെ ആക്കുന്നതിൽ സേഫ് അല്ല, ഒട്ടും സേഫ് അല്ല. ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഫൈറ്റ്
ഉണ്ടാവാം. ഹൈജീൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം, ഇടയ്ക്കിടയ്ക്ക് അസുഖം. ചിലവർ പറയാറുണ്ട് സ്കൂളിൽ വിട്ടതിന് അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ വിട്ടതിന് ശേഷം കുഞ്ഞിന് എപ്പോഴും അസുഖമാണ്. അപ്പോൾ 2 ദിവസം പോവും, പിന്നീട് അസുഖം. മേ ബി ഹൈജീൻ കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. ഇത് ഏതാണെന്ന് നമുക്കറിയില്ല. ഹൈജീൻ കുറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം കുഞ്ഞുകുട്ടികളെ പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ വിടുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇപ്പോഴത്തെ ഒരു ടൈമിൽ. കാരണം കുഞ്ഞുകുട്ടികളെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെ പാരൻസ് ശ്രദ്ധിക്കണം, കുട്ടികളെ എങ്ങനെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അവരെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ സംസാരിച്ചത്. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്തായില്ലേ. താങ്ക് യു.